മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കേരളം ഇടതു ഭരിച്ചിരുന്ന സമയത്ത്, പിണറായി വിജയൻ ഭരിച്ചിരുന്ന സമയത്ത് ലീഗ് പ്രവർത്തകരൊക്കെ അടങ്ങി ഒതുങ്ങിയായിരുന്നു മുന്നോട്ടു പോയിരുന്നത്. ഇടക്കോ തലക്കോ എന്തെങ്കിലും ലീഗ് പ്രവർത്തകർ അവരുടേതായ രീതിയിൽ വിളിച്ചു പറഞ്ഞാലായി എന്നതല്ലാതെ ഈ ലീഗ് പ്രവർത്തകരൊക്കെ പിണറായി വിജയന്റെ ഭരണത്തെ പേടിച്ച് അടങ്ങി ഒതുങ്ങി തന്നെയായിരുന്നു മുന്നോട്ടു പോയിരുന്നത്. എന്നാൽ UDF അധികാരത്തിലെത്തിയതോട് കൂടിയിട്ട് ഇത് എത്രാമത്തേതാണ്? ഇപ്പൊ ചാടി വീണിട്ടുണ്ട് ലീഗ് പ്രവർത്തകർ മറ്റൊരു തെറിവിളികളുമായിട്ട്. BJPക്കെതിരെയാണ്, RSSനെതിരെയാണ് തെറിവിളികളുമായിട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വീണ്ടും ലീഗ് പ്രവർത്തകർ രംഗത്തെത്തിയത്. എന്താണ് ഇവര് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ നാടിന്റെ സമാധാനം തകർക്കുക എന്നതാണോ ലീഗ് പ്രവർത്തകർ ഉദ്ദേശിക്കുന്നത്? ഇതിന് കാരണമായിട്ട് ഈ ലീഗ് പ്രവർത്തകർ പറയുന്നത്, BJP കേരളം എന്ന് പറയുന്ന BJPയുടെ ഒഫീഷ്യൽ പേജിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇത്തരത്തിലാണ്: മുസ്ലിം ലീഗ് വിരട്ടും വിലപേശും ആജ്ഞാപിക്കും, കോൺഗ്രസ് വിനീതദാസനെ പോലെ അനുസരിക്കും, അടുത്ത 5 വർഷം കേരളം കാണാൻ പോകുന്നത് ഇതാണ്. ഇത് ഈ ഒരു പോസ്റ്റിനൊപ്പം കൊടുത്ത വീഡിയോ ഏതെങ്കിലും BJPക്കാരൻ പറയുന്നതല്ല, ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ ആക്രോശിക്കുന്നതിന്റെ വീഡിയോ ആണ് കൊടുത്തത്. KPCC ഉപാധ്യക്ഷൻ മാത്യു കോയൽനാടിനെതിരെയൊക്കെയാണ് ലീഗ് പ്രവർത്തകർ ആക്രോശിച്ച് തെറിവിളികളും ഞെട്ടിക്കലൊക്കെ ആയിട്ട് രംഗത്തെത്തിയത്. ആ വീഡിയോ ആണ് BJP കേരളം പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ വീഡിയോയിലുള്ള അതേ വ്യക്തി രംഗത്തെത്തിയിട്ട് ഇപ്പൊ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. BJPക്കാരെ നിങ്ങൾ ആരാണ്ടാ? നിങ്ങൾ എന്തിനാണ് എന്റെ വീഡിയോ എടുത്തുകൊണ്ട് BJP കേരള എന്ന് പറഞ്ഞ ഞങ്ങളെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത്? അതിന്റെ ഒരുവിധം ഭാഗമൊക്കെ കട്ടിക്കൊണ്ട് കുറച്ച് ഭാഗം മാത്രം എഡിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ BJP കേരള എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിന്. എന്നിട്ട് നിങ്ങൾ അതിൽ എഴുതിനാണ് മുസ്ലിം ലീഗ് കൽപ്പിക്കും, കോൺഗ്രസ് അനുസരിക്കുന്നു. ഒന്ന് പോയി വല്ല പണി നോക്കടാ. ഉളുപ്പ് മാനണ്ടാ നിങ്ങൾക്ക് ഉളുപ്പ് മാനണ്ടാ. എടാ, ഞങ്ങളുടെ നേതാക്കന്മാര് മതേതരത്തിന്റെ നേതാക്കന്മാരാടാ. ഇവിടെ ഇന്ന് വരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു വർഗീയതക്കും ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടില്ലടാ. എടാ, ഉളുപ്പ് മാനം നടന്നിട്ടാ RSSകാരെ BJPക്കാരെ. നിങ്ങൾ ആരാണ്ട് ഇവിടെ? നിങ്ങൾക്ക് സ്ത്രീധനം കിട്ടിയാടാ ഇന്ത്യ? എടാ, ഞങ്ങളൊക്കെ രാജ്യമാണ് ഇന്ത്യ. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ഞങ്ങൾ പ്രവർത്തിക്കും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ഞങ്ങൾ ചെയ്യും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ഞങ്ങൾ ജീവിക്കും. എടാ, ഞങ്ങൾ കോൺഗ്രസും ലീഗോ എന്നും ഒറ്റക്കെട്ടാടാ, ഒറ്റ ഒരു കൂടപ്രതികളാടാ. ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാനേ നിങ്ങൾക്ക് ജീവിതത്തില് ഇതുവരെ കഴിയൂല. നിങ്ങളെ നേതാവുണ്ടല്ലോ ഉള്ളിസൂര, ഗിന്നസ് ബുക്കിൽ പേര് കയറാൻ പോവാണ്ട. ലോകത്തിൽ ഏറ്റവും കൂടുതൽ തോറ്റ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഗിന്നസ് ബുക്കിൽ പേര് കയറുമ്പോ ആദ്യം വീഡിയോ ചെയ്തുകൊണ്ട് പോസ്റ്റ് ചെയ്യടാ. അല്ലാതെ ഓരോരുത്തരെ വീഡിയോ എടുത്തുകൊണ്ട് അതിന്റെ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തുകൊണ്ട് വർഗീയത ഉണ്ടാക്കാൻ നോക്കുന്ന RSS പോയി വല്ല പണിയും പോയി നോക്കടാ. നിങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളെ തെറ്റിപ്പിക്കാൻ കഴിയടാ. ഞങ്ങൾ കൂടപ്പിറപ്പികളാടാ. ഞങ്ങളെ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ ഞങ്ങളെ നേതാക്കന്മാർ വളരെ രമ്യമായിട്ട് അത് പരിഹരിക്കും. അതിന്റെ ഉള്ളിൽ നിങ്ങൾ കേട്ടില്ലേ? ഇതേ വ്യക്തി കോൺഗ്രസിനെതിരെ തോന്നിയത് വിളിച്ചു പറഞ്ഞതിനെയാണ് BJP എടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് ലീഗ് കോൺഗ്രസിനെ ഞെട്ടിക്കും, കോൺഗ്രസ് അനുസരിക്കും എന്ന് പറഞ്ഞതിൽ. അതായത് ലീഗ് പ്രവർത്തകനായിട്ടുള്ള ഇവൻ തന്നെ ഈ പറയുന്ന കോൺഗ്രസിനെ തെറി വിളിച്ചത് പോസ്റ്റ് ചെയ്തതിന് വർഗീയവാദി ഇതാണ്. ഭ്രാന്താണ് ഇത്തരം ആളുകൾക്ക്. എനിക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കുക, ലീഗ് പ്രവർത്തകർ നമ്മുടെ നാടിന്റെ സമാധാനം തകർക്കാൻ തുനിഞ്ഞിറങ്ങിയതാണോ? ഇവൻ വിളിച്ചു പറഞ്ഞത് തന്നെ BJP അവരുടെ ഒഫീഷ്യൽ പേജില് പോസ്റ്റ് ചെയ്തതിൽ അത് വർഗീയതയോ? ഇവർ എന്ത് പറഞ്ഞാൽ ഇവർ കോൺഗ്രസിനെ തെറി വിളിക്കുന്നത് പറഞ്ഞാലും വർഗീയത. ഇവര് പിന്നെ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ മതേതരത്വത്തിന്റെ ലീഗിന് ഒരു മതപാർട്ടിയായിട്ടുള്ള ലീഗിന്റെ ഈ മതേതരത്വമൊക്കെ നിങ്ങൾ മൊണ്ണകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കളിച്ചാൽ മതി. ലീഗിന്റെ മതേതരത്തേക്ക് ബോധവും വിവേകവുമുള്ള മലയാളികൾ പുച്ഛിച്ചോളൂ. ആദ്യം നിങ്ങൾ മതത്തിന്റെ പേരെടുത്ത് മാറ്റുക, എന്നിട്ട് നിങ്ങൾ മതേതരത്വം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രവൃത്തി എന്താണ് എന്നെങ്കിലും ഒന്ന് പരിശോധിക്കാൻ. നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ പേരും സകലതും മതപാർട്ടിയാണ്, വർഗീയ പാർട്ടിയാണ്, തർക്കമില്ലാത്ത വിഷയ. പിന്നെ ഇവൻ ഒരുപാട് തെറിവിളികൾ വിളിക്കുന്നുണ്ട്. അതൊക്കെ പൊതുസമൂഹം അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്ത് മുന്നോട്ട് വെക്കുന്നത്. പരമാവധി നമ്മൾ മ്യൂട്ട് ചെയ്താണ്, പച്ചത്തെറിയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ലീഗ് പ്രവർത്തകരുടെ സംസ്കാരം എന്ന് പറയുന്നത്. ഇവർ ഭരണത്തിലേക്ക് എത്തിയപ്പോഴേക്ക് പച്ചയൊക്കെ വിളിച്ചു പറയാ. അല്ല, BJPക്ക് ഇവിടെ പൊളിറ്റിക്സ് പറയാൻ പോലും അർഹതയില്ല എന്നാണോ? BJP ഭരിക്കുന്ന ഒരു രാജ്യത്തെ
ഒരു ഈർക്കിൾ പാർട്ടി ആയിട്ടുള്ള ലീഗിന്റെ പ്രവർത്തകർ വിളിച്ചു പറയുന്നത് എനിക്ക് തീരെ മനസ്സിലായി. ഇതൊക്കെ ഒരു കോമഡി ആയിട്ടാണ്. യഥാർത്ഥത്തിൽ ഇവരുടെ ഒരു വിവരം എന്ന് പറയുന്ന ആ ഒരു വര സകല മലയാളികളും തിരിച്ചറിയില്ലേ. തോന്നിയതുപോലെ തെറിവിളികൾ. എന്നിട്ട് ഞങ്ങൾ എന്തോ മതേതരക്കാരാണ്. എന്ത് വർഗീയതയാണ് BJP ഇതിൽ ചെയ്തത്? യഥാർത്ഥത്തിൽ തൊട്ടതിനും പിടിച്ചതിനും മതം പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് ലീഗാണ് എന്നുള്ളത് ഈ ലീഗ് പ്രവർത്തകന്റെ ആക്രോശം കേട്ടതിലൂടെ സകലരും തിരിച്ചറിയില്ലേ. ഞാൻ ഇതൊക്കെ എടുത്ത് കൃത്യമായിട്ട് തെളിവ് സഹിതം മുന്നോട്ട് വെക്കുന്നത് ആരാണ് ഇവിടെ പച്ചവർഗീയവാദികൾ. ഒന്നും പറയണ്ട, നമ്മൾ ആ വീഡിയോ എടുത്ത് വെച്ചാൽ മതി. ആ വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും ആരാണ് വർഗീയവാദികൾ. ഇവരെന്തിനാണ് BJP കേരളം എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് ഇവർ കോൺഗ്രസിനെ തെറി വിളിച്ച വിഷയത്തിൽ BJP എന്തോ വർഗീയത, RSS എന്തോ വർഗീയത എന്ന് പറയുന്നത് എന്തിനാ? ഒരു മതപാർട്ടി, ഒരു വർഗീയ പാർട്ടി ആയിട്ടുള്ള ലീഗ് പറയാണ് അവരെന്തോ ചെയ്യും. ഇതൊക്കെ എടുത്ത് സകലരും മനസ്സിലാക്കണം. കോൺഗ്രസ് UDF കേരളം ഭരിക്കുമ്പോൾ എത്തരത്തിലുള്ള ഒരു കേരളത്തെയാണ് ലീഗൊക്കെ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത് എന്ന് ഞാൻ എടുത്തു പറയാ. ഇടത് ഭരിക്കുന്ന സമയത്ത് ഇതുപോലൊരു ഊളകളും ഓരോ ലീഗിന്റെ ഇത്തരം ആളുകളും അടങ്ങി നിന്നതാ. കോൺഗ്രസ് രാജ്യം ഭരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ? ഇതൊക്കെ നമ്മൾ ഇത്തരം ഉദാഹരണങ്ങളിലൂടെ തിരിച്ചറിയണം. നമ്മൾ ഈ ലീഗിനെതിരെ എന്തെങ്കിലും തെളിവ് സഹിതം വെച്ചാലും ഇവിടെയുള്ള മാപ്രകൾ പോലും ലീഗിന്റെ ഒപ്പം നിന്ന് എന്തോ കൊണാണ്ടർമാരാണ് ലീഗ് എന്ന് പറഞ്ഞ് വലിയ സംഭവമാക്കും. ബോധമുള്ള മലയാളി സമൂഹം തിരിച്ചറിയുക, ലീഗ് നമ്മുടെ നാടിന് അപകടം. എത്ര പ്രകടനങ്ങളാണ് നമ്മൾ UDF അധികാരത്തിലെത്തിയതിന് ശേഷം മാത്രം കാണുന്നത്. രണ്ട്, ഹൈന്ദവ സംഘടനാ നേതാക്കന്മാർക്കെതിരെ കോലം കത്തിക്കുക, പച്ചത്തെറി വിളിക്കുക, തോന്നിയ തെറിവിളികൾ. അതായത് ഒരു മതപാർട്ടി മറ്റു മതങ്ങളെ, മതത്തിന്റെ നേതാക്കന്മാരെ പച്ചത്തെറി വിളിക്കുക എന്ന് പറയുന്നത് എത്ര വലിയ വർഗീയത. അത് മാത്രമാണോ? BJP പൊളിറ്റിക്കലി മുസ്ലിം ലീഗ് കോൺഗ്രസിനെ എതിർക്കുന്നതിന്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ആ കോൺഗ്രസിനെ തെറി വിളിച്ച അതേ വ്യക്തി പറയാണ് BJP എന്തോ വർഗീയത എന്ന്. അപ്പോ BJP പൊളിറ്റിക്സ് പറഞ്ഞാലും വർഗീയത എന്നാണ് ഇത്തരം ആളുകൾ പറയുന്നത് എന്നല്ലേ മലയാളികൾ തിരിച്ചറിയേണ്ടത്? യഥാർത്ഥ വർഗീയവാദികൾ മുസ്ലിം ലീഗാ. അതേതൊരു മതത്തിൽ വിശ്വസിക്കുന്ന മതത്തിലുള്ള സകല ആളുകൾക്കറിയാം. ലീഗ് അത് ഈ പറയുന്ന മതത്തിലുള്ള ഏത് മതത്തിന്റെ പേരാണോ ഇട്ടത് ആ മതത്തിലുള്ള ആളുകൾ പോലും ഇതിനെ തള്ളുന്നുണ്ട്. അല്ലാതെ എല്ലാ മുസ്ലിങ്ങളും ഈ പറയുന്ന ലീഗിന്റെ പ്രവർത്തകരൊന്നുമല്ല. നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമായിട്ട് ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ് ഏത് സ്ഥലത്ത് നിന്നോ നമുക്ക് വിളിച്ചു പറയാൻ സാധിക്കും. കാരണം മറ്റൊന്നല്ല, വിജാതിയല്ലേ, ഇജാതിയാണ് ഇതിന്റെ പ്രവർത്തകര് എന്നൊക്കെ പറയുന്നത്. ഇത്തരത്തിലാണ് ലീഗ് നമ്മുടെ നാടിന് അപകടം മാത്രമേ കൊണ്ടുവരും. നമ്മുടെ നാടിന്റെ സമാധാനം, നമ്മുടെ നാടിന്റെ ഐക്യമാണ് തകർക്കാൻ ശ്രമിക്കുന്നത്. സുരേന്ദ്രനെയൊക്കെ എതിരെ പറയുന്ന ലീഗിന്റെ പ്രവർത്തകരോടും ഇത്തരം മൊണ്ണകളോടും പറയാനുള്ളത്, ഈ രാജ്യം 140 കോടിയിലധികമുള്ള ഒരു രാജ്യം അടക്കി ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ കേരളത്തിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് സുരേന്ദ്രൻ. ആ റേഞ്ചിലേക്കൊന്നും ഒരു ലീഗിന്റെ നേതാവും ഒരിക്കലും ഇനി എത്താൻ പോലും പോണില്ല എന്ന് ഈ മൊണ്ണ ലീഗുകാരോടൊക്കെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കോ.